ചില ആളുകളൊക്കെ ദുസ്വപ്നം കാണും. സ്വപ്നം 3 വിധത്തിലുണ്ടാവാമെന്നാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷ വാർത്ത, ബിഷാറത്തു മിനല്ലാഹ്, അത് അർ-റുഇയ സ്വാലിഹ എന്നാണ് അതിന്റെ പേര്. അർ-റുഇയ മിനല്ലാഹ് എന്ന് ബുഖാരിന്റെ ഹദീസ് ഉണ്ട്. വൽ ഹുൽമു മിന ഷൈത്താൻ, ഷെയ്ത്താന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സ്വപ്നം ആ ദുസ്വപ്നമാണ്. അവിടെ ഹുൽമു മിന ഷൈത്താൻ എന്നാണ് അതിനെക്കുറിച്ച് നബി തങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തതൊന്ന് ഹദീസ് നഫ്സാണ്. നാം ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്വപ്നം ഉണ്ടാവാം. ഏതായിരുന്നാലും നല്ല സ്വപ്നം ഉണ്ടാവാൻ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒതുകൊടുത്ത് ആയിരിക്കണം പോവേണ്ടത്. ഒതുകൊടുത്ത് കിടന്നുറങ്ങണം, ഒതുവോടുകൂടി ഉറങ്ങണം. അതോടൊപ്പം തന്നെ വലത് ഭാഗത്തിന് മേൽ ചെരിഞ്ഞു കിടക്കണം, അഥവാ വടക്ക് ഭാഗത്തേക്ക് തലയും തെക്ക് ഭാഗത്തേക്ക് കാലുമായിട്ട് വലത് ഭാഗത്തിന് മേൽ ചെരിഞ്ഞു കിടക്കണം. ബെഡ്റൂമിൽ ബെഡ് കട്ടിലിടുമ്പോൾ അങ്ങനെ കട്ടിൽ വെച്ച് ഉറങ്ങാൻ ശ്രമിക്കണം. ദുഷിച്ച സ്വപ്നം, ശൈത്താന്റെ ഭാഗത്ത് നിന്ന് വരുന്ന സ്വപ്നമാണെങ്കിൽ അത് 3 തവണ ആ സ്വപ്നം കണ്ടതിന് ശേഷം 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഉമിനീര് കലർന്ന ഒരു തുപ്പൽ 3 തവണ തുപ്പുകയും വേണം എന്ന് ഹദീസിലുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. 5388 നമ്പർ ഹദീസായി വരുന്നു. അബൂ ഖത്താദ തങ്ങളാണ് പറയുന്നത്, റസൂലുള്ളാഹി തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം 2 രൂപത്തിലുണ്ട്. അത് ദുസ്വപ്നമാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഹദീസ് ഞാൻ കേട്ടതിന് ശേഷം, ഏത് ഇങ്ങനെ ദുസ്വപ്നം കണ്ടാൽ ഇങ്ങനെ 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് ഇടത് ഭാഗത്തേക്ക് തുപ്പണം എന്ന് പറഞ്ഞല്ലോ, ആ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ ദുസ്വപ്നം ഒരു വിഷയാക്കാറില്ല, ഞാൻ ഇങ്ങനെ ചെയ്യാറാണ് പതിവ്. അപ്പോൾ നല്ല സ്വപ്നം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ദുസ്വപ്നം വന്നാൽ ഈ രൂപത്തിലൊക്കെ നമുക്ക് കാവൽ ചോദിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.